ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന പാസ്തയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. നമുക്ക് ഒത്തിരി ടൈമൊന്നും പോവില്ല, വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ പാസ്ത നമുക്ക് പല ഷേപ്പിലും കിട്ടും. ഞാനിവിടെ സ്പൈറൽ ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത്. ഇനി അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു 3 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 10 വെളുത്തുള്ളി, 10 ചുവന്നുള്ളി. വലിയ ചുവന്നുള്ളി ആണെന്നുണ്ടെങ്കിൽ 5-6 എണ്ണം മതി. എന്നിട്ടത് കല്ലിലിട്ട് നന്നായി ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ ഇതുപോലെ ചതയ്ക്കുന്ന കല്ലില്ലാന്നുണ്ടെങ്കിൽ മിക്സിയിൽ ചെറിയ ഗ്രൈൻഡറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്, അതോടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പാസ്ത വേവിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയും ഉപ്പും നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാസ്തയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് പാസ്തയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഒരു 10 മിനിറ്റോളം നമുക്കതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ വെള്ളത്തിൽ നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ഒരല്പം കൂടുതലായിട്ട് നിൽക്കുന്ന വിധത്തിൽ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇതവിടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാസ്തയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് വെള്ളത്തിൽ നിന്നും വാർത്ത് മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു സ്പൈറൽ പാസ്ത നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ ഇതിങ്ങനെ വേവിച്ച് വെച്ചിട്ടുള്ള സമയത്ത് തന്നെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമായിരിക്കും കഴിക്കാനായിട്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാനിൽ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം ആദ്യം ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ ആ ഒരു അരപ്പ് ചേർത്ത് കൊടുത്ത് മൂപ്പിച്ചെടുക്കണം. അത് മൂത്ത് വന്നു കഴിയുമ്പോൾ ഒരു വലിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒരു മൂടി വെച്ച് 1 മിനിറ്റോളം നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ മൂടി വെച്ച് അടച്ചു വയ്ക്കുമ്പോൾ പെട്ടെന്ന് തന്നെ തക്കാളി വെന്തുടഞ്ഞ് കിട്ടും. അങ്ങനെ നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 2 മീഡിയം വലുപ്പത്തിലുള്ള സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പിലയും ആ ഒരു സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. സവാള നല്ലതുപോലെ വഴന്ന് വരണം കേട്ടോ. അങ്ങനെ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ഇത്രയും പൊടികൾ ചേർത്ത് ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ പൊടികളെല്ലാം നന്നായി മൂത്ത് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി അതും 1 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി ആ മസാലയൊന്ന് ചൂടാക്കി എടുക്കാം. മസാല ചെറുതായി ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. പാസ്തയുടെ എല്ലാ ഭാഗത്തേക്കും മസാലയാവുന്ന വിധത്തിൽ നന്നായി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മിക്സ് ചെയ്തെടുത്ത് ഒരു 2-3 മിനിറ്റോളം കുക്ക് ചെയ്തെടുത്ത് കഴിയുമ്പോഴേക്കും, ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ പാസ്ത റെഡി ആയി കിട്ടും കേട്ടോ. ഇനി നമുക്കത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിലേക്ക് ചില്ലി ഫ്ലേക്സും പിസ്സ ഒറിഗാനോയും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ചിക്കൻ വറുത്തതും അതുപോലെ കുറച്ച് വെജിറ്റബിൾ വേവിച്ചതും ചീസ് ഗ്രേറ്റ് ചെയ്തതും ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ.